ലെബനനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 492 പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. 20 വർഷത്തിനിടയിൽ ലെബനനിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഹിസ്ബുള്ള തിരിച്ചും ആക്രമണം നടത്തുകയാണ്. വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് 200 മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ആക്രമണത്തോടെ ഗാസയ്ക്ക് പുറമെ യുദ്ധം ഇസ്രായേലിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഗുഡ് മോർണിംഗ്. 492 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആക്രമണത്തിന്റെ തീവ്രത അത്രത്തോളമാണ്. എപ്പോഴായിരുന്നു ആക്രമണം തുടങ്ങിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി, ഗുഡ് മോർണിംഗ് ആര്യ. പശ്ചിമേഷ്യയിലെ യുദ്ധം അത് ഇപ്പോൾ ലെബനനിലേക്ക് കൂടെ വ്യാപിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേർക്കാരാണ് ഈ കൂട്ടക്കുരുതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. 492 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ 35 കുട്ടികളും 58 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ 1645 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. വലിയ തോതിലുള്ള ആക്രമണമാണ് ലെബനനിൽ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത്. ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. എങ്കിൽ അതിൽ കൂടുതൽ സിവിലിയൻസിനും അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് കൂടുതൽ പരിക്കുകേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ലെബനനിൽ പലായനം ആരംഭിച്ചു തുടങ്ങി. തെക്കൻ ലെബനനിലാണ് പലായനം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം വടക്കൻ ലെബനനിലും ആളുകൾ പ്രദേശം വിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതീവ ഗൗരവതരമായ സിറ്റുവേഷനാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു വർഷമായി തുടരുന്ന ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ലെബനനിലേക്ക് കൂടെ ആക്രമണം വ്യാപിപ്പിക്കുന്നു ഇസ്രായേൽ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സാഹചര്യം. പേജർ സ്ഫോടനം, അത് കഴിഞ്ഞ് വോക്കി ടോക്കി സ്ഫോടനം, അത് കഴിഞ്ഞ് സോളാർ ബാറ്ററികളുടെ സ്ഫോടനം, ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ മിസൈൽ ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. പേജർ ആക്രമണം തന്നെ വലിയ തോതിലുള്ള നടുക്കം ലെബനനിൽ ഉണ്ടാക്കിയിരുന്നു. അതിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും വലിയ തോതിലൊരു പ്രത്യാക്രമണം നടത്താൻ ഹിസ്ബുല്ലയ്ക്ക് ലെബനന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള സായുധ സേനയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ പ്രതിനിധികളെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും മറ്റൊരു ഗാസയാകാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ UN ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയനും ഇതുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സൈന്യത്തെ അയക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ലെബനനിൽ നടക്കുന്നത്? ലെബനനിൽ മറ്റൊരു ഗാസയാകാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ലെബനനിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും സുവി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2006 ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനത്തിനാണ് ഇപ്പോൾ ലെബനൻ സാക്ഷ്യം വഹിക്കുന്നത്. ലെബനനിലെ സ്കൂളുകളും സർവകലാശാലകളും ഒക്കെ ഇതിനോടകം അടച്ചിട്ടുണ്ട്. തെക്ക് നിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ അടക്കം ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം അശ്വതി, ഇത്തരത്തിൽ ഈ പലായനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ വാഹനങ്ങളൊക്കെ അമിതമായ റോഡിലേക്ക് എത്തുന്നു. ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോഴുള്ള അവിടുത്തെ ഒരു ദുരവസ്ഥ എത്രത്തോളമാണ് തെക്കൻ തുറമുഖ നഗരത്തിലേക്ക് സിദോനിലേക്കാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അവിടെ നഗരജീവിതം മൊത്തത്തിൽ ദുഷ്കരമാണ്, സ്തംഭിച്ച മട്ടാണ് എന്നുള്ളതാണ്. സുവി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഈ മരിച്ചവരിൽ കൂടുതലും പരിക്കേറ്റവരിൽ കൂടുതലും എല്ലാം സാധാരണക്കാരാണ് എന്നുള്ളതാണ് അല്ലെ? തീർച്ചയായും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോഴും 1300 ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരായ ആളുകൾക്കാണ് കൂടുതൽ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 1645 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പേജർ സ്ഫോടനങ്ങളായിരുന്നു. പേജർ സ്ഫോടനങ്ങൾ വലിയ
ആകാംക്ഷയും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളും ആണ് ഉണ്ടാക്കിയത്. ഒരു തരം ഞെട്ടലാണ് പേജർ സ്ഫോടനങ്ങൾ. എങ്ങനെ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് എത്താൻ ഇനിയും അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദാണ് അത് നടത്തിയത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അത് പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം വോക്കി ടോക്കികളിലായിരുന്നു സ്ഫോടനം നടത്തിയത്. എങ്ങനെയാണ്, അതായത് ഈ ഹിസ്ബുല്ല പ്രവർത്തിക്കുന്നത് പേജറുകളും മറ്റും ഉപയോഗിച്ചാണ്. കാരണം മൊബൈൽ ആണെങ്കിൽ സാറ്റലൈറ്റ് ലൊക്കേഷൻ വഴി മൊബൈൽ ആരുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ റേഡിയോ സിഗ്നലുകളാണ് പേജറുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ സിഗ്നലുകളിലെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് പേജറുകൾ ഒരു സുരക്ഷിതമായ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത്. അത് പൊട്ടിത്തെറിച്ചതോടുകൂടി തന്നെ വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണത്തിന് മുതിരുന്നു എന്ന് ഹിസ്ബുള്ള പ്രവചിച്ചിരുന്നുവെങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണം നടത്താൻ ലെബനന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ആദ്യം പേജറുകൾ, അതിനുശേഷം വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത്. ആളുകൾക്ക് ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് കയ്യിൽ വെച്ച് നടക്കാൻ തന്നെ പേടിയുള്ളൊരു സാഹചര്യമാണ് ലെബനനിൽ ഉണ്ടായത്. അതിനുശേഷം വോക്കി ടോക്കികൾ, അതിനുശേഷം സോളാർ ബാറ്ററികൾ എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അത് മിസൈൽ ആക്രമണം, വ്യോമാക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തോതിലുള്ള വ്യോമാക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ആക്രമണം അതിന് ഒരു പ്രത്യാക്രമണം എന്നുള്ള നിലയിലാണ് പിന്നീട് ഇത്തരത്തിൽ വളരെ വിപുലമായ ഒരു ആക്രമണത്തിലേക്കും ഇത്രത്തോളം ആളുകളെ ബാധിക്കുന്ന വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതല്ലേ? നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അതായത് അവിടെയുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് ഇതാദ്യമായി ആണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വലിയ പദ്ധതികളാണ്, യുദ്ധമുറകളാണ് അവർ ആലോചിക്കുന്നത്, ലക്ഷ്യമിടുന്നത്? ഇത് വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ തുടരും എന്നതുകൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കണം, അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണം വരും ദിവസങ്ങളിലും തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ അർത്ഥം ആക്രമണം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്നാണ്. അതായത് ഗാസയ്ക്ക് പുറമെ ലെബനനെയും ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഗാസയിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ പലായനം ചെയ്ത് പുറത്തുപോയിരിക്കുന്നത്. വടക്കൻ ലെബനനിലും ഇതേപോലെ വലിയ തോതിലുള്ള ആക്രമണം, ഒപ്പം തന്നെ ഈ തുറമുഖ നഗരമായ സിയോണിൽ ജനജീവിതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ലെബനനിൽ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുമ്പോൾ പോലും അത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. 1300ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അശ്വതി, ആര്യ. തീർച്ചയായും സുവി വിശ്വനാഥനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലെബനനിലെ സാഹചര്യം അത് അതീവ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ്. 492 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. ജനങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ചോടുന്ന അവസ്ഥ അതാണ് അവിടെ ഉള്ളത് അക്ഷരാർത്ഥത്തിൽ. എന്തായാലും വിദഗ്ധരടക്കമുള്ളവരുടെ, വിദേശകാര്യ വിദഗ്ധരടക്കമുള്ളവരുടെ നിരീക്ഷണങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും.